നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാ ടോട്ടലി പിക്ചർ മാറുവേ. ഈ പേഴ്സ് എവിടെ നിന്ന് കിട്ടിയത്? മെസ്സിന്റെ പിറകോശത്ത് കിടപ്പുണ്ടായിരുന്നു. ഇത് ഇവിടെ നിന്ന് തന്നെയാണോ കിട്ടിയത്? അതോ നിങ്ങൾക്ക് വഴിയിൽ കിടന്ന് കിട്ടിയത് എടുത്ത് ഇവിടെ കൊണ്ടുവന്നതാണോ? മാമിന് ഞങ്ങൾ പറയുന്നത് വിശ്വാസം വരുന്നില്ലേ? മാം ആ പേഴ്സ് പരിശോധിക്കേ. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് മാം ഞങ്ങളെയാണല്ലോ കുറ്റപ്പെടുത്തിയിരുന്നത്. ഈ പേഴ്സ് ഗേൾസിന്റെ അല്ല, ഇതൊരു പുരുഷന്റെ. ഒരു പുരുഷൻ ഈ ഹോസ്റ്റലിനകത്ത് കയറിയുന്നതിന് തെളിവല്ലേ ഈ പേഴ്സ്? ഇന്നലെ റീഡിംഗ് റൂമിൽ ഒരുത്തനെ കണ്ടപ്പോ ആ കുറ്റവും മാം ഞങ്ങളുടെ തലയെ കെട്ടിവെച്ചു. ആ സംഭവവും ഈ പേഴ്സും തമ്മിൽ എന്താ ബന്ധം? ഇന്നലെ ഇതിന്റെ അകത്ത് ഒളിച്ചു കയറിയവന്റെയാ ഈ പേഴ്സ്. ഈ പേഴ്സ് മാം പോലീസിനെ ഏൽപ്പിക്കണം. ആരാണ് ഇതിന്റെ ഉടമയെന്ന് കണ്ടെത്തണം. അവൻ ആരായാലും ഈ ഹോസ്റ്റലുമായുള്ള റിലേഷൻ അറിയാൻ കഴിയുമല്ലോ. ആരാണ് അവൻ ഇതിനകത്ത് കൊണ്ടുവന്നതെന്നും അറിയണം. പോലീസുകാർ ഇടപെട്ടാലേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുള്ളൂ. മാം, ഈ പേഴ്സുമായിട്ട് 5 സുന്ദരികൾക്ക് ബന്ധമുണ്ടോന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഓ, അതാണോ നിങ്ങളുടെ ഈ ആവേശത്തിന്റെ കാരണം? ആ കുട്ടികളെ സംശയിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന നാടകമാണിതെന്ന് ഞാൻ സംശയിച്ച തെറ്റു പറയാൻ പറ്റൂ? മാം എപ്പോഴും മഞ്ജു സുന്ദരിയുടെ ഭാഗത്ത് നിന്നാ സംസാരിക്കുന്നത്. ഈ പേഴ്സുമായി അവർക്ക് ബന്ധമുണ്ടെന്ന് സംശയിക്കാൻ എന്ത് തെളിവാ ഉള്ളത്? ആ ഗ്യാങ്ങിലെ 2 പേര് ഈ പേഴ്സും അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അതിനേക്കാൾ വലിയ തെളിവ് വേണം. ഈ പേഴ്സ് ആരുടേതാണെന്ന് ഞാൻ പരിശോധിക്കട്ടെ. ഇതിനകത്ത് അതിക്രമിച്ച് കയറിയവന്റെ ആണെങ്കിൽ അവനെ പോലീസ് പിടിച്ചിരിക്കും. അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. നിങ്ങൾക്ക് പോവാം. ഇതാരുടേതായിരിക്കും? എന്റെ പേഴ്സ് കിട്ടാൻ വഴിയൊന്നുമില്ലേ? നിന്റെ ATM കാർഡിൽ പേരുണ്ടോ? പേരുണ്ടാവുമല്ലോ. എന്നല്ലേ ഈ ജയിലിൽ പോകാൻ തയ്യാറായിക്കോ കേട്ടോ. എന്റെ കൂടെ നിങ്ങൾ 5 പേരും തയ്യാറായിക്കോ. നീ എന്താ പറഞ്ഞേ? ഇവൻ നമ്മളെ ചതിക്കുന്ന അന്നേ പറഞ്ഞതാ. ഞങ്ങള് കൊടുക്കാനല്ലേ നിന്റെ അത് കയറി കൂടിയത്? ഇപ്പൊ നീ ഇറങ്ങി കൊടുക്കട്ടല്ലോ. നിന്നെ സഹായിച്ചതിനാണോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞേ? നിനക്കിത് എങ്ങനെ പറയാൻ തോന്നിയാരോ? നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ ഒച്ചച്ച് സംസാരിച്ചാ ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആരെങ്കിലും അറിയില്ലേ? എന്നാലും നിന്നിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല. ഞാനും ഇത് പ്രതീക്ഷിച്ചില്ല. കണ്ടില്ല എന്റെ കാല് അനക്കാൻ വയ്യ, അത്രയ്ക്കുണ്ട് വേദന. ഞാൻ എങ്ങനെ ഇവിടുന്ന് പോവും പറ? പോലീസ് വന്നാൽ ഓടി രക്ഷപ്പെടാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കിയില്ലേ? വേണ്ട, ഇവനൊന്നും പറയണ്ട. കാല് വയ്യാതിരിക്കല്ലേ. പിന്നെ ഇതാരുടെ പേഴ്സാ?
നോക്കട്ടെ. ഇത് എന്റെ പേഴ്സാണല്ലോ. ഇതാണോ നിന്റെ പേഴ്സ്? ആ ദാ. അതെ, അത് നിന്റെ പേഴ്സ് തന്നെയാണെന്ന് ഉറപ്പാണോ? അതെ, ഇത് എന്റെ പേഴ്സ് തന്നെയാ. ഇവന്റെ പേഴ്സ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ? ശേ, നമ്മൾ വെറുതെ പുറത്തു പോയി അന്വേഷിച്ചു. ആരവിന്റെ പേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോ അലീനയ്ക്ക് കിട്ടിയ ആ പുരുഷന്റെ പേഴ്സ് ആരുടെയാ? അത് ശരിയാണല്ലോ. ഒരാണായിട്ട് ഇവനാ ഇവിടെ ഉള്ളത്. അപ്പൊ വേറൊരുത്തിന്റെ പേഴ്സ് ഇങ്ങനെ ഹോസ്റ്റലിൽ വന്നു? ആ, എനിക്കറിയില്ല. ഇവനിന്നും എന്നൊന്നും ചെയ്യല്ലേ. സത്യം പറയടാ, ഇവിടെ നീ മാത്രമാണ് ഒളിച്ചു കയറിയത്? അത് നിന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എനിക്കറിയില്ല. നിനക്ക് അറിയില്ലേ? നിന്റെ കൂടെ വേറെ ആരാടാ വന്നേ? പറയടാ. എടാ, ഒന്ന് സത്യം പറ. സത്യം പറഞ്ഞെങ്കിൽ നിന്നെ പട്ടിണിക്കിടും, പനിക്കിടും. എന്റെ കാലും. എന്നൊന്നും ചെയ്യല്ലേ എന്റെ കാലും. ആരും വിളിച്ചു കൂവാതെ നീ എവിടെയാണെന്ന് പലപ്പോഴും മറന്നു പോകുന്ന എന്താ? നീ അവനെ വിട്. ആരോ, നിന്റെ കൂടെ ആരെങ്കിലും വന്നായിരുന്നോ? ഇല്ല, ഞാൻ തനിച്ചാ വന്നത്. എന്റെ കൂടെ ആരും വന്നിട്ടില്ല, സത്യം. പുറത്തുനിന്നും അലീനയ്ക്ക് കിട്ടിയ പേഴ്സ് എന്തായാലും ആരവിന്റെ അല്ല. അത് ആരുടേതാണെന്നാ അറിയേണ്ടത്. കൺഫ്യൂഷൻ ആയല്ലോ. ആരവല്ലാതെ വേറൊരുത്തൻ ഈ ഹോസ്റ്റലിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ആരാന്ന് അറിഞ്ഞേ പറ്റൂ. അവനെ കണ്ടുപിടിക്കണം. നിങ്ങൾ ആ പേഴ്സിന്റെ പിന്നാലെ പോവാതിരിക്കുന്നതാണ് നല്ലത്. എന്റെ പേഴ്സ് തിരിച്ചു കിട്ടിയല്ലോ. ഇനി ആ പേഴ്സ് അന്വേഷിച്ച് നിങ്ങൾ ചെന്നാ നിങ്ങളെ ആരെങ്കിലും സംശയിക്കില്ലേ? ഇവൻ നമുക്കൊരു പാരയാണെങ്കിലേ നല്ലൊരു ഉപദേശിയാണല്ലോ. ഇവൻ പറഞ്ഞതും ശരിയാ. നമ്മളെന്തിനാ അതിന്റെ പിന്നാലെ പോകുന്നത്? ശരിയാ, ആ പേഴ്സ് ആരുടെ ആയാലും അത് എടുത്തത് അലീന, കൊടുത്തതും അലീന. അത് ആരുടെയാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത അവളുടെ. യെസ്, അതുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും. ഓ, ഇപ്പഴാ സമാധാനായത്. ഇനി നമുക്കൊരു കോഫി കുടിക്കാൻ പോയാലോ? ഗുഡ് ഐഡിയ. നീ ഇതെങ്ങോട്ട് പോവാ? നിങ്ങളുടെ കൂടെ കോഫി കുടിക്കാൻ. കോഫി കുടിക്കാൻ വന്നേ. ഇവിടെ നിന്നത്, ഇവിടെ തന്നെ നിന്നാ മതി. കോഫി കുടിക്കാൻ പോന്ന് വന്നേങ്ങോട്ട്. ആരോ, നീ ശബ്ദം ഉണ്ടാക്കല്ലേ, ഞങ്ങള് പോയിട്ട് വരാം. ആ